ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗ്രാൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ ചെന്ന് കാണാം. കമോൺ, ഫിഷിംഗ് മെഗാ സ്റ്റോർ. കമോൺ ഗായ്സ്. ഇതിൽ ഞങ്ങളുടെ ഗൈഡും ഫിഷിങ്ങിൻ്റെ മാസ്റ്റർ ആയ മിഥുൻ. എന്താ മിഥുൻ നീ എടുക്കാൻ പോണ? എന്താ സാധനം? നമ്മുടെ വെയിറ്റും ഒക്കെ കൂടെ ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഐറ്റമാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലൈനിനകത്ത് ബെയ്റ്റ് നമ്മളിപ്പോൾ മാക്രൽ ഫിഷിങ്ങാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെതേഴ്സാണ്. ആ ഫെതേഴ്സും ലൈനും അതിൻ്റെ ആ ടങ്കൂസില്ലേ നാട്ടിൽ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, നമുക്ക് വേണ്ട സാധനം കിട്ടിയോ? അതായത് നമുക്ക് ഫെതേഴ്സ് അത് പല ടൈപ്പ് ഉണ്ട്. മാക്രലിനെ പിടിക്കാനാണ് ഇതൊക്കെ. ഇത്രയും നമ്മളെടുത്തു. ഇത് ചിലപ്പം പൊട്ടിപ്പോവും, ചിലപ്പം തിരിച്ചു കിട്ടത്തില്ല. അത് കാരണം കുറച്ച് കൂടുതലെടുക്കും. ഇത് സ്വിവൽ. ഇത്രയാണ് നമുക്കുള്ള. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് വേണം. ഓൾറെഡി റോഡ് ഉണ്ടായതുകൊണ്ട് അത് വാങ്ങണ്ട. റോഡിൽ വെയിറ്റ് ഉണ്ടോ? റോഡിൽ വെയിറ്റ് ഇല്ല. ഇതാ എൻ്റെ ഇരിക്കുന്ന റോഡ്. ഏതാ ഗൈസ്? ഇതാണ് മിഥുൻ്റെ കയ്യിലുള്ള റോഡ്. സെറ്റല്ലേ? എൻ്റെ റോഡിന് 3 ounce മാത്രമേ മാക്സിമം വെയിറ്റ് പറ്റുള്ളൂ. അത് നമ്മൾ വാങ്ങേണ്ടത്. ഇത് നമുക്ക് മുങ്ങിക്കിടക്കാനുള്ള ദൂരോട്ട് എറിയാൻ വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ദൂരെ പോകാനായിട്ട് വെയിറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും വെയിറ്റ് നമ്മളെടുത്തു. 6 എത്ര? 9 ആണോ? നമ്മൾ അതിൻ്റെ ബില്ല് പേ ചെയ്യാൻ പോകും. Return and requested one from Glasgow. I just have a £27 2,700 രൂപ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ കടലിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡൻ സീ സൈഡിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി ഇതാ പാർക്ക് ചെയ്തിരിക്കുന്നു. ഗ്രേറ്റ് വാട്ടറിലുള്ളൊരു പ്രശ്നമാണ് ഈ കല്ലായതുകൊണ്ട് കല്ലടിക്ക് ഒത്തിരി പേരുണ്ട്.
ഫിഷിംഗ് റോഡ് സെറ്റ് ആണ് ഇത്. ഇതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എൻ്റെ വ്യൂവേഴ്സിന് സന്തോഷമായിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് റോഡ് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ റീൽ സെറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ. റീല് സെറ്റ് ചെയ്തു. ലൈൻ ഓരോ ഹോൾസിൽ കൂടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേ സ്വിവൽ വാങ്ങില്ലേ, സ്വിവൽ ഉള്ളതാണ്. ഇതെടുക്കാം. ഇതാണ് ഫെദർ. ഫെദർ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആയിട്ട് 5 ഹുക്കുകളാണ്. ഏതാണ് സംഭവം? ഇത് കാണുമ്പോൾ അവർ അട്രാക്ട് ഈ ഫെദർ ഇല്ലേ, ഈ ഫെദർ കാണുമ്പോൾ അവർ മീനാന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ സ്പിന്നിങ് റോഡാവുകയും നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് നമ്മൾ തിരിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ ഓടി വരുന്ന കാണുമ്പോൾ മീൻ രക്ഷപ്പെടാനായിട്ട് ഓടുന്ന പോലൊരു ഫീൽ അവർക്ക് തോന്നും. അപ്പം അത് കണ്ടിട്ട് അവർ ഇതാന്ന് വിചാരിച്ച് മീനാന്ന് വിചാരിച്ചിട്ട് ഓരോ ഇതുണ്ട്. ഇപ്പം എൻ്റെ കൈ കുടിക്കുന്നത് പോലെ അല്ലേ, അതിനകത്ത് കയറി പിടിക്കും. ഒന്ന് കാണിക്കാം. ഇനി നമ്മൾ ഈ സിവലിനകത്തോട്ട് ലൈൻ കെട്ടാൻ പോവാം. ഒരെണ്ണത്തിൽ കെട്ടിയാൽ മതി. ഞാനത്ര എക്സ്പെർട്ട് ഫിഷർമാനൊന്നുമല്ല, പക്ഷേ നമ്മളെല്ലാം ഇങ്ങനെയാണ് പിടിക്കുന്നത്. അറിയാവുന്ന വെച്ചിട്ട് വലിച്ച് ഇങ്ങനെ മുറുക്കും. ഇതാണ് നമ്മുടെ സംഭവം. ഇതിലെവിടെ കൊളുത്തുന്ന പറഞ്ഞാൽ ഇതിലല്ലേ? ഓക്കെ. ഇതിനകത്ത് ഇതങ്ങ് വിഴുങ്ങൂടി, എന്നിട്ട് വലിക്കുമ്പോൾ ഇത് അതിനകത്ത് കയറും. ഓക്കെ, ഇനി നമ്മൾ മറ്റേ അറ്റത്ത് വെയിറ്റ് ഇടും. ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു ഫിഷിംഗ് റോഡ്. ഇനി എൻ്റെ കുട്ടി റോഡ് റോബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചോ, കുട്ടി റോഡോ? കുട്ടി റോഡ്. ഇതിനകത്ത് മീൻ പിടിച്ചാലും ഇതിൽ മീൻ വന്ന് കുരുങ്ങിയാലും ഇത് പൊട്ടിപ്പോത്തേ ഉള്ളൂ. കാരണം ഈ ലൈനിന് സ്ട്രെങ്ത് ഇല്ലാത്ത ലൈനാണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് റോഡ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് കണ്ടില്ല. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക അവിടെ വെച്ചിട്ടല്ലേ. എന്നിട്ട് ഈ ഗ്രൂവിലൂടെ എടുത്തിട്ട് നോർമൽ മീൻ ഇട്ടുതരാം. ഇത്തിരി വെയിറ്റ് ഉള്ള നോർമൽ മീൻ. അത് മാക്രൽ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് അടിച്ചാലും ഒരെണ്ണം അടിക്കത്തില്ല. മതിയോ? പിടിച്ചോ.
പോലെ സ്റ്റീലല്ലേ. നീ വേണമെങ്കിൽ പേണി നിറഞ്ഞാലും മതി, താട്ടിറങ്ങണമെന്നില്ല. Okay. Oh yeah, set. This is for me. Where is that? കിട്ടി guys, കിട്ടി. അതാ റോബി കിട്ടി. എൻ്റെ മീൻ എനിക്ക് കിട്ടി. ഓല്ലേ അങ്ങ് എത്തണല്ലേ ഇത്? എവിടെ പോയി? അങ്ങ് പോയല്ലേ. ഇടാറായില്ലേ റോബി? റോബി കവർ ചെയ്യല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് മീൻ കിട്ടിയിരിക്കുന്നു. നല്ല ഒന്നാന്തര വയ്യില് പിടക്കണ മീന്, പിടക്കണ മീന്. പാവം. ഇതാണ് വൈശ്വര്യ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാവം ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നും? നമ്മുടെ രണ്ട് മീൻ
ആ മീനും കൂടി ഇട്ടു. ഇല്ല അതോ പഠിച്ചാൽ മതി. ഇതിനകത്തോട്ട് ഇറക്കി വിട്ടല്ലോ. വേണ്ട, അതിനകത്ത് കിടന്നോട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു കുട്ടീനെയും കിട്ടിയത്. ഇതിലും ഒരെണ്ണം ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പഠിപ്പിച്ച് 2 പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് 5 മീൻ കിട്ടിയിരിക്കുന്നു. ഒരെണ്ണത്തിൽ 3 എണ്ണമായിട്ടാണ് കിട്ടിയത്. അതെൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇതാ പോവുകയാണ്. മിഥുൻ, റോബി ഒരു ബൈ. ഹായ്. വിചാരിച്ച പോലെ മീനെല്ലാം പിടിച്ച് ഞങ്ങൾ 5 പേരുണ്ട്. അങ്ങനെ 5 പേർക്കും 5 മീനും കിട്ടി. മിഥുനതാ മീനെ എക്സ്പേർട്ടായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു മിഥുൻ മീൻ പിടിച്ചതും മീൻ കട്ട് ചെയ്യുന്നതും. എവിടെ ഒരു പ്രൊഫഷണൽ ടച്ച് ഭാവിയുണ്ട്. 5 പേർക്കും ഓരോ മീൻ വീതം ഒരാൾക്കൊന്ന് വെച്ച് അങ്ങനെ അടി ഉണ്ടാക്കണ്ട. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫിഷിങ്. നാട്ടിൽ ഈ തോർത്ത് പിടിച്ചുള്ള മീൻ പിടുത്തം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു ഫിഷിങ് റോഡ് വെച്ച് മീൻ പിടിച്ചിട്ടില്ല. ഫിഷിംഗ് ഫ്രീക്സിൻ്റെ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഇപ്പം ഈ വീഡിയോ കണ്ട പോലല്ല, ഞങ്ങൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ട്. അറൗണ്ട് 5 hours, അതിലും കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഞാനൊരു ബീച്ച് പേഴ്സണാണ്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സിനറിയാം എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് ബീച്ചിൽ പോയിരിക്കുന്നത്. എപ്പോൾ ഫ്രീ കിട്ടിയാലും ഞാൻ ഉടനെ പറയും, വാ നമുക്ക് ഫോട്ടോയിൽ പോവാം, അല്ലെങ്കിൽ ഗ്രാൻഡിന് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് നട്ടപ്പാതിരയ്ക്കും പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ചെറിയ സവാളയൊക്കെ ഇട്ട് അരച്ച പേസ്റ്റ്, പിന്നെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള പകരം ഇട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില. ഞങ്ങൾ ആ മീനെല്ലാം വറുത്ത് ഇതാ കഴിക്കാൻ പോകുന്നു. കൂടെ മോരുകറിയും ചോറും മോരുകറിയും. അങ്ങനെ മീൻ പൊരിച്ചത്, ചോറും മോരുകറിയും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു. മീനും പൊരിച്ച് കഴിച്ചു. അപ്പോൾ ഇനിയും എൻ്റെ ചാനലിലെ വീഡിയോസും എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. Subscribe, like, share. Bye bye. See you all.